ഹായ്, എൻ്റെ പേര് അനഘ. ഞാനിവിടെ അസീം പ്രേംജി യൂണിവേഴ്സിറ്റി ഭോപ്പാലിൽ മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് ഹെൽത്ത് ചെയ്യുവാണ്. ബേസിക്കലി ഞാൻ അണ്ടർ ഗ്രാജുവേഷൻ ചെയ്തത് BDSലാണ്. അത് കഴിഞ്ഞ് 2 വർഷം വർക്ക് ചെയ്തു. നാഷണൽ ഹെൽത്ത് മിഷൻ്റെ പാർട്ടായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. COVID-19 വന്ന സമയത്ത്, പാൻഡമിക്കിൻ്റെ സമയത്ത് അവരുടെ കൂടെ 1 വർഷം വർക്ക് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടി. ഞാൻ വർക്കുമായിട്ട് വളരെ കംഫർട്ടബിളായി പോകുമ്പോഴായിരുന്നു കോവിഡ് വന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് കുറച്ചധികം ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. ഒരുപാട് ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളുമായിട്ട് സംസാരിക്കാനും അവരുമായിട്ട് ഇടപഴകാനും കുറച്ചധികം ഗ്രൗണ്ട് റിയാലിറ്റീസ് ക്ലോസ് ആയിട്ട് കാണാനൊക്കെയുള്ളൊരു ചാൻസ് കിട്ടി അവിടുന്ന്. പിന്നെ ഇതുവരെ മാസ്റ്റേഴ്സ് ചെയ്യണമെന്നോ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ വർക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാം, വളരെ കംഫർട്ടബിളായി പോകുമ്പോഴാണ് ഈ കോവിഡ് ഉണ്ടായത്. അതിനുശേഷം എനിക്കൊരു മാറ്റം വന്നു. ആ ചിന്ത കുറച്ച് മാറി. കുറച്ച് ഇതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ കിട്ടി. എനിക്ക് പബ്ലിക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കണമെന്ന്. കാര്യം ഈ COVID-19 സമയത്ത് ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുമ്പം കണ്ടുകൊണ്ടിരുന്നത് എപ്പോഴും ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം എല്ലാ കാര്യത്തിലും കൂടുതലായിട്ട് എഫക്റ്റഡ് ആവുന്നത്, അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പൊതുവെ ഏതെങ്കിലും ഒരു വൾണറബിൾ ആയിട്ടുള്ള കാറ്റഗറി ആളുകളായിരിക്കും കൂടുതൽ എഫക്റ്റഡ് ആവുന്നത്. അപ്പം അത് കുറച്ച് ക്ലോസ് ആയിട്ട് കാണാനുള്ളൊരു ചാൻസ്, ഓപ്പർച്യൂണിറ്റി എനിക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി പബ്ലിക് ഹെൽത്ത് ഓഫർ ചെയ്യുന്ന ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസ്. അപ്പം അങ്ങനെ 2-3 യൂണിവേഴ്സിറ്റീസിൽ ഞാൻ അപ്ലൈ ചെയ്തു, എക്സാം കൊടുത്തു. ഇതിൻ്റെ കൂടെ തന്നെ വർക്കും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ആ സമയത്താണ് എനിക്ക് അബ്രോഡ് പോകാനുള്ളൊരു ഓപ്ഷനും ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് അവിടെ നിന്ന് 2-3 ഓഫർ ലെറ്റേഴ്സും വന്നു. അപ്പം ഞാനിങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യണം എന്നുള്ളൊരു അങ്ങനെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സമയമായി. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വേറൊരു യൂണിവേഴ്സിറ്റിയിൽ ഓൾറെഡി മാസ്റ്റേഴ്സ് ചെയ്യുകയാണ് പബ്ലിക് ഹെൽത്തിൽ. അവിടെ വഴിയാണ് ഞാനിങ്ങനെ അസീം പ്രേംജി യൂണിവേഴ്സിറ്റി ഈ വർഷം പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞ കോഴ്സ് മാസ്റ്റേഴ്സിൽ ഓഫർ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ പറ്റിയത്. അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കാരണം ഓൾറെഡി അസീം പ്രേംജി ഫൗണ്ടേഷനെ പറ്റി കേട്ടിട്ടുണ്ട്. അവർ ഓൾറെഡി പ്രൈമറി എഡ്യൂക്കേഷനിലും കോവിഡിൻ്റെ സമയത്തായാലും ഒക്കെ ചെയ്യുന്ന വർക്ക്, അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് വായിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ആ ഒരു ഇൻട്രസ്റ്റ് വെച്ചിട്ട് ഞാൻ വെബ്സൈറ്റിലൊക്കെ പോയി സെർച്ച് ചെയ്തു. അങ്ങനെ കോഴ്സിൻ്റെ പെഡഗോജിയൊക്കെ നോക്കി. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. 2-3 കോർ കോഴ്സസിന് പുറമെ ഞാൻ എലക്റ്റീവ്സ് നോക്കിയപ്പം അതിലെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെയധികം സബ്ജക്ട്സ് കാണാൻ പറ്റി. പബ്ലിക് ഹെൽത്ത് കൂടാതെ മെൻ്റൽ ഹെൽത്ത്, ഗ്ലോബൽ ഹെൽത്ത് ഗവേണൻസ്, അങ്ങനെ കുറേ നല്ല എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് എലക്റ്റീവ്സ് കണ്ടു. അപ്പം അങ്ങനെ ഞാൻ എൻട്രൻസിന് അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഓൾറെഡി 2-3 ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇങ്ങനെ അഡ്മിഷൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇതും കൊടുത്തു. ലാസ്റ്റാണ് അസീം പ്രേംജിയിൽ എക്സാം കൊടുത്തത്. ഇൻ്റർവ്യൂവിന് സെലക്റ്റഡായി. ബാംഗ്ലൂർ ക്യാമ്പസിലായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ തന്നെ എൻ്റെ അതുവരെ ഉണ്ടായിരുന്ന അസംഷൻസൊക്കെ കുറച്ചധികം മാറി. എനിക്ക് ഓൾറെഡി നല്ലൊരു ഇംപ്രഷൻ ഉണ്ടായിരുന്നത്, ഭയങ്കര പോസിറ്റീവ് ഇംപ്രഷൻ കിട്ടി എനിക്ക് അവിടെ പോയപ്പം. ഫാക്കൽറ്റീസിനെ കണ്ടപ്പോൾ, അവരെ നേരിട്ട് മീറ്റ് ചെയ്തപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടി. അപ്പം അവർ PH ഗ്രാജുവേറ്റ്സ് എന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നും അവർ കൈൻഡ് ഓഫ് കോഴ്സ് ദേ ഓഫർ, അങ്ങനെ എല്ലാ കാര്യത്തിനെ പറ്റിയും കുറച്ചൊരു ബേസിക് ഐഡിയ കിട്ടി. അപ്പോൾ കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ. അങ്ങനെ ഇൻ്റർവ്യൂ ക്ലിയറായി. ഭോപ്പാലിലാണ് ക്യാമ്പസ് എന്ന് പറഞ്ഞു. സെർച്ച് ചെയ്തു. അങ്ങനെ സ്ഥലത്തിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ കിട്ടി. പക്ഷെ ഇവിടെ വരുമ്പം ഈ പറഞ്ഞ ഇംപ്രഷൻസ് നമുക്ക് ഒന്നും കൂടെ മാറും. ക്യാമ്പസും ഈ എന്താ പറയുക, ദ ഹോൾ ക്യാമ്പസ്, ഈ ബിൽഡിംഗ് ആയാലും ഇതിൻ്റെ ആർക്കിടെക്ചർ ആയാലും എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമുക്കിവിടെ വരുമ്പം തന്നെ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടും. ദ ഹോൾ പീപ്പിൾ, എന്താ പറയുക, ഇവിടുത്തെ ആളുകളായാലും പിന്നെ സ്റ്റുഡൻസ് ആയാലും എല്ലാം ഭയങ്കര ഡിഫറെൻറ്റ് ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആളുകളാണ്. ഒരേ സ്ഥലത്ത് നിന്നുള്ള ആളുകൾ മാത്രമുള്ള ഒരേ കൈൻഡ് ഓഫ് ക്രൗഡഡ് ഉള്ള ഒരു സ്ഥലമല്ല ഇത്. ഭയങ്കര ഡൈവേഴ്സാണ്. ഇപ്പം എനിക്ക് റൂംമേറ്റ്സിനെ കിട്ടിയതായാൽ പോലും, ഞാൻ കേരളത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്, എൻ്റെ റൂംമേറ്റ് UP നിന്നുള്ള ആളാണ്, മറ്റേ ആളും മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആളാണ്. ഞങ്ങളെല്ലാവരും ഭയങ്കര ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ജോലി ചെയ്ത് 2 വർഷം എന്തായാലും എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് പബ്ലിക് ഹെൽത്തിൽ ഇവർ എടുക്കുന്നത്. അപ്പം എല്ലാവരും ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള
അത്രയും റിച്ച് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടെ ഉള്ളത്. അപ്പം ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ ആ ഒരു ഇമ്പ്രഷൻ ഉണ്ട്. കാര്യം ഒരുപാട് നമ്മുടെ കൂടെയുള്ള ആളുകളുടെ അടുത്ത് നിന്ന് തന്നെ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ള ആ ഒരു പ്യുവർ ലേണിംഗ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ പിന്നെ ക്ലാസ് തുടങ്ങിയപ്പോഴത്തേക്കും അതിലും ഈ പറഞ്ഞ പോലെ എപ്പോഴും കാണുന്ന ഒരു നോർമൽ ക്ലാസ് എടുത്ത് പോവുക, അത് കഴിഞ്ഞ് നമ്മൾ വന്ന് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ഹോസ്റ്റലിലിരുന്ന് ബുക്ക് നോക്കി കുത്തിയിരുന്ന് പഠിക്കുക എന്നുള്ള ഒരു രീതിക്ക് പുറമെ നമ്മൾ ഭയങ്കര ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ്,